ഹായ്, വണക്കം, നമസ്കാരം. ഇത് ഹേ ഷയ്യു ആണ്. ഞാൻ ഇന്ന് നമ്മുടെ തമിഴ് റിലീസായ ധനുഷ് അഭിനയിച്ച് നമ്മുടെ സ്വന്തം മമിത ബൈജു നായികയായിട്ട് വന്ന കര മൂവിയുടെ ചെറിയൊരു റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ കര മൂവി എങ്ങനെ കര കയറുമോ ഇല്ലയോ? അത് പടത്തിന് നേരത്തെ ടൈറ്റിൽ അവർ പ്ലാൻ ചെയ്ത് കരസ്വാമി എന്ന് അങ്ങനെ എന്തൊക്കെ ആയിരുന്നു. പിന്നെ അതെന്തോ കാരണങ്ങൾ കൊണ്ട് മാറിയിട്ടാണ് കര എന്നുള്ളതായത്. അപ്പോൾ ഈ പടത്തിൻ്റെ ഡയറക്ടർ നേരത്തെ ചെയ്തു വെച്ചൊരു പടമുണ്ട്. നല്ലൊരു മിസ്റ്ററി ത്രില്ലറാണ്. പടത്തിൻ്റെ പേരാണ് പോർത്തുഗൽ. വിഘ്നേഷ് രാജാണ് ഈ പടത്തിൻ്റെ ഡയറക്ടർ. അത്യാവശ്യം മലയാളികൾക്ക് എല്ലാം അറിയാം. ആ പടം എല്ലാവരും കണ്ടതാണെന്ന് തോന്നുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ട്. പടം തമിഴ്നാട്ടൊക്കെ വെടിക്കെട്ട് ഹിറ്റായിരുന്നു. അപ്പോൾ പുള്ളിയുടെ രണ്ടാമത്തെ പടമാണ്. അപ്പോൾ അതാണ് എന്നെ ആദ്യമായിട്ട് ഈ ഒരു പടം കാണാൻ പ്രേരിപ്പിച്ച സംഭവം. രണ്ടാമെന്ന് പറഞ്ഞാൽ പിന്നെ സന്തോഷത്തോടെ തന്നെ പറയാം. ഇപ്പോൾ മലയാളത്തിൽ അത്യാവശ്യമുള്ള ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്വന്തം സ്വരാജേട്ടമുണ്ട്, ജയറാമേട്ടമുണ്ട്, പിന്നെ മമിത ബൈജു, പിന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ടെക്നീഷ്യൻസ് ഒക്കെ മലയാളികളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ നമുക്കൊരു സന്തോഷം തരുന്ന കാര്യമാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ പടം ഇന്ന് തന്നെ കാണാൻ, ആദ്യത്തെ ഷോനെ കാണാമെന്ന് പ്രിഫർ ചെയ്തത്. പടത്തിലോട്ട് വരുമ്പോൾ ഇവരൊക്കെ എന്തൊക്കെയോ പണി വെച്ചിട്ടുണ്ട്, എന്താ പറയുക. എന്നാലും ഈ അങ്ങോട്ടങ്ങ് ഒരു എന്താ പറയുക, ഒരു മെന കിട്ടാൻ പടത്തിന് എനർജി വരുന്നില്ല. പടം തുടങ്ങി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കുറച്ച് ലാഗിലോട്ട് പോയി. പക്ഷെ ഒരു ഇൻട്രോന് ഒരു അരമണിക്കൂർ മുമ്പ് പടം കത്തി കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും പടം കൊളുത്തു, സെക്കൻഡ് ഹാഫൊക്കെ കൊളുത്തു എന്ന് നമ്മൾ അവർ പ്രതീക്ഷിപ്പിക്കും. അതായത് നമ്മൾ എന്താ പറയുക, ഒരു നല്ല രീതിയിലുള്ള സദ്യ കഴിക്കേണ്ടി പോകുമ്പോൾ സ്നാക്സ് കൊണ്ട് തൃപ്തിപ്പെടേണ്ട അവസ്ഥയൊക്കെ വന്നുള്ള അവസ്ഥ അറിയാമല്ലോ. അതുപോലെ ഇരിക്കും. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പിന്നെ സ്വരാജ് ഏട്ടൻ പതിവ് പോലെ തമിഴ് ഓഡിയൻസിനെ കയ്യിലെടുക്കുക എല്ലാ സംഭവവും ചെയ്തു വെച്ചിട്ടുണ്ട്. ജയറാമേട്ടൻ പറയേണ്ട കാര്യമില്ല, തമിഴിൽ പുള്ളി സ്റ്റാർ തന്നെയാണ്, ഒന്നും പറയാനില്ല. ധനുഷ് അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഒറ്റ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ഇഡലിക്കട ഇറങ്ങിയില്ല, അതിൻ്റെ സെയിം പാറ്റേണൊക്കെ പിടിച്ച് ചില സമയത്ത് തോന്നുന്നത് ഇത് ഇഡലിക്കടയുടെ സെക്കൻഡ് പാർട്ടാണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോവും. അതേ പാറ്റേൺ പിടിച്ച് വന്നിരിക്കുന്നത്. ഇതിന് മുമ്പ് ഇറങ്ങിയ കുബേരൻ, ഇഡലിക്കട, അതൊക്കെ എന്താ പറയുക, ധനുഷ് ഓക്കെ 90s ഉണ്ടാക്കുന്ന പടവുമാണ്. പിന്നെ അത്യാവശ്യം അവർ നല്ല രീതിയിലൊക്കെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മളിലോട്ട് എത്തുന്നില്ല. മീൻസ് അത് കണക്ട് ചെയ്യുന്നില്ല, അതൊരു എനർജി വരുന്നില്ല മൊത്തത്തിൽ, മനസ്സിലായില്ല. നമ്മളൊരു പടം കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക, സ്ക്രീൻ പ്ലേ ഒക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ മെന വരുന്നില്ല. ധനുഷ് എഫേർട്ട് എടുത്തില്ല, മമിത ബൈജു എഫേർട്ട് ഇട്ടില്ല എന്നല്ല, നമുക്ക് എഫേർട്ട് ഇല്ലല്ലോ കാര്യം. പടം മമിത ബൈജു ഒക്കെ ചില സീനിലൊക്കെ കുറച്ചിങ്ങനെ മെഴുകിയിട്ട് തുമ്പി കൊണ്ടിങ്ങനെ കല്ലെടുപ്പിക്കുന്ന രീതിയിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ മാക്സിമം ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നമ്മൾ പടത്തിനെ കീറി മുറിച്ച് കൊള്ളൂല എന്ന് പറയുന്നില്ല. ധനുഷ് ഫാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പോയി കാണണം. പിന്നെ കാണാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് പേഴ്സണലി ഈ പടം വർക്കൗട്ട് ആയിട്ടില്ലെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത മൂവി പാട്രിയറ്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നാളെ കാണാം.